കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജന്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കരനെ തഞ്ചനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കരനെ തഞ്ചനത്തെ നടത്തിയോനെ. മിസ്രയീം സൈന്യത്തിനായും വിധിച്ചവനെ, മിസ്രയീം സൈന്യത്തിനായും വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. തീക്കൽ പാറയാതിൽ നിന്നു ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ. തീക്കൽ പാറയാതിൽ നിന്നു ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ. ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളെ ആസ്പദമാക്കി മോശയുടെ ദൈവത്തോടുള്ളൊരു അപേക്ഷയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. മിസ്രൈമിൻ്റെ അടിമത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു മോശ. അതിനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ച് മോശയ്ക്ക് മിസ്രൈമിലെ എല്ലാ സ്പന്ദനവും മനസ്സിലാക്കുവാൻ സാധിക്കും. മിദ്യാനിൽ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് നടന്നപ്പോൾ ഹോരേബിൽ കണ്ട കാഴ്ച മോശയെ പർവ്വതത്തിലേക്ക് ആകർഷിച്ചു. വ്യത്യസ്തമായൊരു കാഴ്ച. പർവ്വതത്തിൽ മുൾപടർപ്പ് കത്തുന്നു. പർവ്വതങ്ങളിൽ മുൾപടർപ്പുകൾ കത്തുന്നത് അവിടുത്തെ സാധാരണ ഒരു കാഴ്ചയായിരുന്നതിനാൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ മുൾപടർപ്പ് കത്തുന്നതിലൊരു പ്രത്യേകതയുണ്ട്. അതായത് അത് കത്തുന്നെങ്കിലും അത് വെന്തു പോകുന്നില്ല കാഴ്ച. ആ കാഴ്ചയാണ് മോശയെ പർവ്വതത്തിലേക്ക് ആകർഷിച്ചത്. മോശ പതുക്കെ നടന്ന് അടുത്ത പർവ്വതത്തിൽ കയറി. മുൾപടർപ്പിനോട് അടുക്കും തോറും മോശയ്ക്ക് ഏതോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവം. ആ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് മോശയുടെ പേര് വിളിച്ച്. പുറപ്പാട് 3:4 യഹോവ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് മറുപടിയായി മോശ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അനന്തരം നടന്ന സംഭാഷണങ്ങളിൽ ആണ് ദൈവം മോശയെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി മിസ്രൈമിലേക്ക് വിടുന്നതും അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മോശയെ ദൈവം അയക്കുന്നത്. അന്ന് ദൈവം പറഞ്ഞൊരു വിഷയമായിരുന്നു, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്നരുളി ചെയ്തു. മോശ പല ഉപാധികളും പറഞ്ഞു ഒഴിയുവാൻ നോക്കുന്നുണ്ടെങ്കിലും ദൈവം അതിനെയൊക്കെ നിരാകരിച്ച് മോശയെ ദൗത്യം ഏൽപ്പിച്ച് വിടുകയാണ്. ദൈവം അടയാളങ്ങളെ പ്രവർത്തിപ്പാൻ ഏൽപ്പിച്ച് വടിയും കയറെടുത്ത് മോശ യാത്ര പുറപ്പെട്ടു. മോശയുടെ വരവിനെ അഹരോൻ എതിരേറ്റിയെന്ന് സ്വീകരിച്ചു. തുറന്നു നടന്ന സംഭവങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയാണ് പുറപ്പാട് പുസ്തകം 33 വരുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതും നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട്
നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവങ്ങൾ, ദൈവം മിസ്രൈമിൽ 10 ബാധകൾ വരുത്തി. ചെങ്കടൽ പിളർന്ന് ജനങ്ങൾ ഉണങ്ങിയ സ്ഥലത്തുകൂടെ മറുകരയിൽ നടന്നു കയറി. ആഹാരമില്ലാതെയും വെള്ളമില്ലാതെയും ജനങ്ങൾ വലഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. മോശയ്ക്കും യഹോവയ്ക്കും വിരോധമായി എഴുന്നേറ്റ ജനങ്ങൾ. ഇങ്ങനെ ജനത്തെ പരിപാലിച്ച് നടത്തിയ മോശയ്ക്ക് ദൈവം കനാനിൽ പ്രവേശിക്കാനുള്ള പ്രവേശനം ഇല്ലാതാക്കി. അതേ തുടർന്ന് മോശ ദൈവത്തോട് കഴിച്ച അപേക്ഷയാണ് ആവർത്തനം 3:25-26 വാക്യങ്ങൾ വായിക്കുന്നത്. മോശ ദൈവത്തോട്, ഞാൻ കടന്നു എന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. അതിന് യഹോവ മോശയ്ക്ക് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കുകയില്ല. അതിനുള്ള കാരണം, ജനങ്ങൾ വെള്ളം കിട്ടാതെ 2-ാം പ്രാവശ്യം നിലവിളിച്ചപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, നീ പാറയുടെ മുമ്പിൽ നിന്ന് അതിനുള്ള വെള്ളം പുറപ്പെടാൻ കൽപ്പിക്കാൻ. ഇതിൽ മോശ കാണിച്ച അവിവേകമായിരുന്നു മോശയ്ക്ക് കനാനിൽ പ്രവേശനം നിഷേധിച്ചിരുന്നത്. പ്രിയരെ, നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ അനുസരണക്കേടായി തോന്നിയാലും ദൈവം മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെയും അവസ്ഥ എന്തായിത്തീരും എന്ന് ഒരു ആത്മശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരനെ പോയിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു പുനഃപരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വാഗ്ദത്ത ദേശത്ത് എത്തും വരെയും ജീവിതത്തെ ദൈവത്തിൽ പ്രസാദമുള്ളതായി ജീവിപ്പാൻ സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ. ദൈവം ഈ ചെറിയ ചിന്തയാൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.